ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു വൈവുഡായി. നമ്മുടെ സൗത്ത് ഇന്ത്യ ട്രിപ്പ് അങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സൗത്ത് മോസ്റ്റ് പോയിന്റിലാണ് കന്യാകുമാരി. പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അതിന് ചെറിയൊരു ഇൻട്രോ മാത്രമാണ് ഈ കാണിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോലെ ഓക്കെ. കന്യാകുമാരി എത്തിയാൽ പിന്നെ സൺറൈസും സൺസെറ്റും നിർബന്ധമാണല്ലോ. കാലത്തെ എണീറ്റ് പല്ല് തേച്ചോന്ന് ഓർമ്മയില്ല, നേരെ സൺറൈസ് കാണാൻ പോയി. കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല, ഫുൾ റഷായിരുന്നു. എന്ന് മാത്രമല്ല മഴക്കാറ് കാരണം പ്രത്യേകിച്ച് സൺറൈസ് ഒന്നും കണ്ടില്ല. ആ കാണുന്ന സണ്ണല്ല കേട്ടോ, അത് ഫോണിൻ്റെ എന്തോ ഒരു വട്ടമാണ്. ഇത് സണ്ണായിരുന്നു. ഏതാണ്ട് ഈ ഹൈറ്റ് എത്തിയപ്പോഴാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ആ സൺറൈസ് കഴിഞ്ഞു. വിവേകാനന്ദപ്പാറയിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പോകാം എന്നാണ് പ്ലാൻ. അതുകൊണ്ട് നമുക്ക് പതിയെ വിട്ടിട്ട് റൂം ടൂർ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ചെറിയ പൈസയ്ക്കും നല്ല സ്റ്റേകൾ കിട്ടും എന്നുള്ളത് നമുക്കിത് ഈ കാണുന്ന തമ്പ്നെയിൽ കണ്ടില്ലേ, അവിടെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഈ റൂം 1400 rupees ആയിരുന്നു. പക്ഷേ ക്ലീൻലിനെസ് 7 അയലത്തിൽ കൂടെ പോയിട്ടില്ല. പക്ഷേ മേ ബി കന്യാകുമാരിയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേറെ റൂംസ് എടുത്തിട്ട് പരിചയമില്ല. എന്തായാലും നമ്മളെടുത്ത 2 റൂമിലും ക്ലീൻലിനെസ് ഭയങ്കര കുറവായിരുന്നു. വേറെ നിങ്ങൾക്ക് അറിയാവുന്ന വല്ല നല്ല സ്ഥലങ്ങൾ കന്യാകുമാരിയിൽ ഉണ്ടെങ്കിൽ പറഞ്ഞുതരൂ. റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു, അത്യാവശ്യം. പിന്നെ ടെറസിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും. ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയത്തക്കതായ യാതൊരു ബെനിഫിറ്റ്സും ഇവിടെ താമസിക്കാൻ എനിക്ക് തോന്നിയില്ല. ആകെ ഫ്രണ്ടിൽ 1-2 കാറേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റെസ്റ്റോറൻറ്റ്സ് വേണമെങ്കിൽ അത്യാവശ്യം കുറച്ച് നടന്നു പോയാലേ കിട്ടുകയുള്ളൂ. പിന്നെ ഈ കാറ്റൊക്കെ കൊണ്ട് കാലത്ത് കുറച്ച് നേരം ഇവിടെ നിൽക്കാം, നത്തിങ് എൽസ്. താമസിക്കണ്ട എന്നല്ല, താമസിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും വേണമെങ്കിൽ അവിടെ താമസിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടു. അവിടെ ഏറ്റവും അടുത്തുള്ള ഹോട്ടൽ ഇതായിരുന്നു. കാലത്ത് തന്നെ വിശപ്പ് മാറ്റിയാലാണല്ലോ നമുക്ക് അടുത്ത പരിപാടികളൊക്കെ നടക്കുള്ളൂ. ആംബിയൻസ് ക്ലീൻലിനെസ് ഒക്കെ വളരെ ആവറേജ് ആണ്. ഒരു ചെറിയ ഹോട്ടൽ. നമ്മൾ ചായയിൽ തുടങ്ങി, ചായ അടി നടക്കുന്നു. 2 പേരും മത്സരിച്ച് ചായ അടിക്കുന്നുണ്ട്. മസാല ദോശ, പൂരി, നെയ് റോസ്റ്റ്, അങ്ങനെ വളരെ സിമ്പിളായ ബ്രേക്ക്ഫാസ്റ്റ് ആയിപ്പോയി. എന്താണെന്നറിയില്ല, വേറൊന്നും ഇവിടെ കിട്ടിയില്ല. അതിനിടയിൽ ആ കാണുന്നത് കണ്ടോ, ഒരുമാതിരി കടലാക്രമണം നടന്ന കന്യാകുമാരിയിലെ കടുകുകൾ കിടക്കുന്ന മാതിരിയുണ്ട്. പിന്നെ പ്ലേറ്റിൽ എന്തുണ്ടെങ്കിലും അപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് തുടങ്ങുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. പൂരിയും മസാലയും നല്ലതായിരുന്നു. മധുരയിൽ നിന്ന് നേരെ കന്യാകുമാരിയിൽ എത്തിയതുകൊണ്ട് ഫുഡ് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് പാടാണ്. പക്ഷേ കുഴപ്പമില്ലാത്ത ഫുഡാണ്. അങ്ങനെ വലിയ തെറ്റൊന്നും പറയാനില്ല, ആവറേജ്. നേരെ നമ്മൾ അടുത്തത് എന്താ പരിപാടി, വിവേകാനന്ദപ്പാറ. പക്ഷേ വിധി നമ്മളെ വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റ് മൂലം ഇന്ന് ആകെടുക്കുന്ന കപ്പലുകളും ബോട്ടുകളൊന്നും എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ അതിലും നമ്മൾ പണി വാങ്ങിച്ചു. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ, പാക്കപ്പ് പറയേണ്ടി വരും. ഈ ലൈറ്റ് ഹൗസിലും ആളെ കയറ്റാറുണ്ട്. പക്ഷേ അഗെയിൻ ഈ സിറ്റുവേഷനിൽ ഇവിടെ ആളെ കയറ്റുന്നില്ല. അതുകൊണ്ട് ആ ശ്രമവും പാളി. ഹായ് കുതിര. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ബീച്ചൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് പാക്കപ്പ് പറയാം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ ബീച്ചിലേക്ക് നടന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു ഐഡിയ, ഡോളി സൂം അഥവാ വെർട്ടിഗോ സൂം. ടിക്ടോക്കിൽ പലരും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം മോഡലിനെ നമ്മുടെ വേദിയിലേക്ക് വിളിച്ചു. 3-4 അറ്റംപ്റ്റ് ഒക്കെ നടത്തി. പക്ഷേ ഞാൻ ഈ ഇടയായിട്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ ഏതാണ്ട് ഇത് തന്നെ അവസ്ഥ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാടേ? 2-3 കൈയായിട്ട് വന്നേണ്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ പാളിപ്പോയാലും സൗത്ത് ഇന്ത്യയുടെ അങ്ങറ്റം അഥവാ ഇന്ത്യയുടെ തന്നെ സൗത്ത് മോസ്റ്റ് ടിപ്പ് കാണുക എന്നുള്ള ആഗ്രഹം സഫലീകരിച്ചിട്ട് നമ്മൾ ഈ സ്ഥലം പാക്കപ്പ് ചെയ്യാറായി. ലെറ്റ്സ് ഗോ. അങ്ങനെ കന്യാകുമാരി പാക്കപ്പായി. നമ്മുടെ ലക്ഷ്യം പത്തനാപുരം കോട്ട, ഓൺ വേ ട്രിവാൻഡ്രം. അപ്പോൾ വെച്ച് പിടിച്ചു. വഴിയിൽ ഒരുപാട് പിറ്റ് സ്റ്റോപ്സ് ഒന്നുമില്ല. നേരെ ലഞ്ചിൻ്റെ ടൈം ആകുമ്പോഴേക്കും അവിടെ എത്തണമെന്നാണ്. റോഡ് ട്രിപ്പിൽ ഡ്രൈവ് എൻജോയ് ചെയ്യുക എന്നുള്ളതൊരു മെയിൻ പാർട്ടാണ് കേട്ടോ, അത് മറക്കണ്ട. അങ്ങനെ നമ്മൾ എത്തിപ്പോയി പാർക്കിങ്ങിൽ. നല്ല തിരക്ക് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്.
നമ്മൾ മോഷ്ടിക്കാൻ പോകുന്നതുകൊണ്ട് ഗ്ലൗസ് ഇട്ട് ഫിംഗർ പ്രിൻ്റ് ഒഴിവാക്കുന്നതല്ല. കോവിഡ് കാരണം ഗ്ലൗസ് ഇവിടെ ഒരു നിർബന്ധ ഘടകമാണ്. ഈ കാണുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്ക് ക്യാമറയ്ക്ക് പെർമിഷനില്ല. അതുകൊണ്ട് തന്നെ വലിയ അകത്തുനിന്നുള്ള ഷോട്ട്സ് ഒന്നും ഇവിടെ പ്രതീക്ഷിക്കാൻ ഉണ്ടാവില്ല. എൻട്രി ടിക്കറ്റ്സിൻ്റെ ഇൻഫോർമേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ കയറി ഇറങ്ങണം എന്നവർ പറഞ്ഞു. ഓരോ സ്ഥലം കാണുമ്പോഴും മനസ്സിൽ മണിച്ചിത്രതാഴാണ് ഇവിടെ ഓർമ്മ വരിക. നകുലിനെയും പിന്നെ ഗംഗേനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടതായി നമുക്ക് തോന്നും. പക്ഷേ ഒന്നും മേടിക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയ്യോ, നകുലിനെയും ഗംഗേനെയും മാത്രമല്ല, സണ്ണിയുടെ പേര് പറയാൻ മറന്നുപോയി. സണ്ണി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന സ്ഥലം, കിണ്ടിയുടെ സ്ഥലം. അങ്ങനെ രാജാവിനെ കുറിച്ചൊന്നും പറയാനില്ലെങ്കിലും ഇവരെക്കുറിച്ച് ഒരുപാട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്തെ കറങ്ങൽ കഴിഞ്ഞു. അപ്പോഴേക്കും എന്നോട് ക്യാമറ ഓഫ് ആക്കാൻ പറഞ്ഞു. സോ അത് കഴിഞ്ഞു. പിന്നെ ആസ് യൂഷ്വൽ ഫുഡടി. ഫുഡ് കൂടുതൽ കാണുകൊണ്ട് പേടിക്കേണ്ട. നമ്മൾ ഇപ്പോൾ 4 പേരല്ല, കിരണിൻ്റെ 2 ഫ്രണ്ട്സും കൂടെ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ഫുഡ്. അധികം സമയം എടുക്കാണ്ട് തന്നെ ആക്രാന്തം മൂത്ത് വേഗം കഴിച്ചു. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. 3 മണിയും കണ്ടും കഴിഞ്ഞിട്ടുണ്ട്. കോവളത്ത് താമസിക്കണോ പൂവാർ താമസിക്കണോ എന്നുള്ള സംശയത്തിൽ ഇവിടെ വന്ന് നോക്കി. ഇവിടെ റൂമിന് 6000+ ആണ്. അത് എൻജോയ് ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണം ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് സ്കൂട്ടാവാമെന്ന് തീരുമാനിച്ചു. പക്ഷേ പ്രോപ്പർട്ടി അടിപൊളിയാണ് കേട്ടോ. സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ സൂപ്പർ. ഈ വ്യൂ കണ്ടപ്പോൾ പിന്നെ ചായ അതിമനോഹരമായിട്ട് അവിടെ നിന്ന് തന്നെ കുടിക്കണമല്ലോ. ആ ചായയുടെ കൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പോൾ അടുത്തത് പിന്നെ കാണാം. ടിൽ ദെൻ കീപ് സബ്സ്ക്രൈബ്ഡ്. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അടിയിൽ പറയൂ. ഞങ്ങൾ ചായ കുടിക്കട്ടെ. ആരും പേടിക്കേണ്ട, ചായക്ക് 105 രൂപയുള്ളൂ. ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു.